ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ വീഡിയോ ചെയ്ത റൈഹാന എന്ന് പറഞ്ഞ മോള് മരണപ്പെട്ടു. ഇന്നലെ രാവിലെയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഇന്നലെ രാത്രി ആണ് ഞാൻ അറിഞ്ഞത്. എന്താ പറയണ്ടതെന്ന് അറിയില്ല. കാരണം അവിടെ പോയപ്പോൾ അത്രയും സ്നേഹം തോന്നിയ ഒരു മോളായിരുന്നു. ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഫാമിലീൻ്റെയൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. നമ്മൾ വീഡിയോ എടുത്തിട്ട് കുറേ ആയി, കല്യാണമൊന്നും റെഡി ആയിരുന്നില്ല. രണ്ടാമത് ഒന്നുകൂടെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപ്പ വിളിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് നാട്ടിൽ വന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നതായിരുന്നു. അതിനൊന്നും കാത്തു നിൽക്കാതെ അവൾ പോയി. പഠിച്ചവൻ അവൾക്ക് സ്വർഗം കൊടുക്കട്ടെ. അല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. തീർച്ചയായിട്ടും ഈ ഒരു വിവരം നിങ്ങളോട് പറയണം എന്നുള്ളൊരു ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടാണ്. കാരണം മരണപ്പെട്ടത് അറിയാതെ കല്യാണ ആവശ്യം പറഞ്ഞ് ആരെങ്കിലും നമ്പറിൽ വിളിച്ചാൽ ആ ഫാമിലിക്ക് ഉണ്ടാക്കുന്ന ഒരു വേദന ഉണ്ടല്ലോ, അതുണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് അവൾ മരണപ്പെട്ട വിവരം നിങ്ങളെ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് നമ്മളെ വീഡിയോ കണ്ട അല്ലെങ്കിൽ അത് ഷെയർ ചെയ്ത ആളുകളിൽ അവരോടൊന്ന് പറയണം ഇങ്ങനെ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. പെട്ടെന്നുള്ള ഇങ്ങനെ മരണത്തെ തൊട്ടെല്ലാം നമ്മളെല്ലാവരെയും പഠിച്ചവൻ രക്ഷിക്കട്ടെ. പിന്നെ അവൾക്ക് ചെറിയ നെഞ്ചുവേദന പോലെയൊക്കെ വന്നിരുന്നു. പിന്നെ ചെറിയൊരു വയ്യായിക വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു എന്നാണ് ഉപ്പ പറഞ്ഞത്. ഞാൻ രാവിലെ ഉപ്പാനെ വിളിച്ചിരുന്നു. ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ലല്ലോ. ജീവിതത്തിൽ ഒരുപാട് വേദനകളൊക്കെ സഹിച്ച മോളാണ്. അപ്പോൾ അവൾക്ക് അവളുടെ ഇനിയുള്ള ജീവിതം പഠിച്ചവന് സുഖങ്ങൾ കൊടുക്കട്ടെ, അവളെ സ്വർഗത്തിൽ ആക്കട്ടെ, ഖബറിലൊക്കെ അവൾക്ക് സമാധാനം പ്രദാനം ചെയ്യട്ടെ അല്ലേ. നമുക്ക് ദുആ മാത്രമേ ഉള്ളൂ. എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളെല്ലാവരും ഇത് ഞാൻ വെറുതെ വെറുവാക്കായി കേട്ടു പോകരുത്. നമ്മൾ നിസ്കാരത്തിന് ശേഷം അവൾക്ക് വേണ്ടി അവളെ ഓർമ്മിക്കണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് വേറൊരാൾക്ക് വേണ്ടി നമ്മളെ കുടുംബവും അല്ലെ പരിചയവും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ അത് പടച്ചവൻ കേൾക്കും. നമുക്ക് വേണ്ടിയും മലക്കുകൾ അങ്ങനെ ദുആ ചെയ്യുമെന്നാണല്ലോ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണം. പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കാനും ഒക്കെ ശ്രമിക്കണം. നിങ്ങളുടെ മഹല്ലിലാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടും നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണം ഈ മോക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ ഈ ഇതിൽ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ആളുകളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. കല്യാണം റെഡിയാവുന്നതിന് മുമ്പ് മരണപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരെയും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ഇനി അങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ട് ഒരുപാട് വർഷം ജീവിക്കട്ടെ അല്ലേ. ഭൂമിയിലെല്ലാവരും നമ്മളെല്ലാവരും ചുരുങ്ങിയ ഒരു കാലത്ത് മാത്രം ജീവിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മളെ ആളുകൾ ഓർക്കുക അല്ലേ. ഒരുപാട് വർഷം ആളുകളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ മരിച്ച് പെട്ടെന്ന് എല്ലാവരും മറന്നു പോകുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഈ ജീവിതത്തിൽ മറ്റുള്ളവരെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മൾ സഹായിക്കുക. ആരെയും വിഷമിപ്പിക്കാതിരിക്കുക. നമ്മളൊരു വാക്കുകൊണ്ട് പോലും ഒരാൾ വിഷമിക്കരുത്. ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മൾ വിഷമിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തപ്പെടിക്കലും സോറി മാപ്പൊക്കെ നമ്മൾ ചോദിക്കണം. കാരണം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. 22 വയസ്സായ കുട്ടികൾ വരെ അറ്റാക്ക് വന്ന് മരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഒന്നും പറയാൻ പറ്റില്ല. ഫുൾ നല്ല മസിലും നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം അല്ലേ. പണ്ടൊക്കെ മരണം എന്ന് പറയുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കൺസെപ്റ്റായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല അല്ലേ. ചുരുങ്ങിയ ആളുകൾ മാത്രമേ യുവാക്കളൊക്കെ പണ്ടൊക്കെ മരിച്ചിരുന്നുള്ളൂ. ഇപ്പം എന്ന് പറഞ്ഞാൽ 22ഉം 20ഉം 18ഉം വയസ്സുള്ള കുട്ടികളാണ് ആക്സിഡൻറ്റ് അങ്ങനെയുള്ള മരണങ്ങളല്ല, അല്ലാതെ ഈ ഹാർട്ട് അറ്റാക്കൊക്കെ വന്നിട്ട് മരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ ഒക്കെ. നമ്മളെ ജീവിതം ഒരു നല്ലൊരു ജീവിതമാക്കുക, എല്ലാവരോടും ചിരിക്കുക. ഈ സോഷ്യൽ മീഡിയ തന്നെ അനാവശ്യമായിട്ട് മറ്റുള്ള ഒരാളോട് വൈരാഗ്യപരമായിട്ടും അങ്ങനത്തെ ഒന്നും നമ്മളെല്ലാവരും ഒന്ന് അതൊക്കെ മറക്കുക. മനുഷ്യരാണ്, ജീവിതമാണ്. എല്ലാവരെയും നല്ല സ്നേഹത്തോടെ കാണാൻ ശ്രമിക്കുക. ഓരോരുത്തരെ വീഡിയോൻ്റെ താഴത്ത് പോയിട്ട് തെറിയും, ഒരാൾ നന്നാകുമ്പോൾ ദേഷ്യവും, അല്ലെങ്കിൽ ഒരാൾ അങ്ങനത്തെ അതൊക്കെ എല്ലാവരും ഒഴിവാക്കുക. എല്ലാവരോടും സ്നേഹം കാണിക്കുക. നമ്മളൊരു സ്കൂളിൽ ഒരു സെൻഡ് ഓഫിൻ്റെ അന്ന് എത്രത്തോളം വിഷമിക്കും നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ വിട്ട് വരുന്ന ആ ഒരു സമയത്ത്, അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ലോകം. അപ്പോൾ ആ സെൻഡ് ഓഫിൻ്റെ അന്ന് നമ്മൾ അതുവരെ കഴിഞ്ഞു പോയ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കലില്ലേ. എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്കവിടെ നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറി നല്ല ഹാപ്പിയായി നിൽക്കായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നില്ലേ സെൻഡ് ഓഫിൻ്റെ അന്ന്. അത് നമ്മൾ അവിടെ കൈയാണ്. അതുപോലെ തന്നെയാണ് അതിനെത്ര വിഷമമുണ്ടെങ്കിൽ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ എത്ര വിഷമമുണ്ടാകും നമുക്ക്. അപ്പോൾ നമുക്ക് എല്ലാവരോടും നല്ല രീതിയിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറ് കുഴിക്കുന്ന ആൾ മുതൽ നമ്മൾ ആലോചിച്ച് കരയണമല്ലേ, വിഷമിക്കണം. അത്രയും നല്ലൊരു ജീവിതമായിരിക്കണം നമ്മളെ.
ആരെയും വിഷമിപ്പിക്കാണ്ട് ആരോടും വൈരാഗ്യപരമായിട്ട് പെരുമാറാണ്ട് നല്ലൊരു ജീവിതം അതിനു വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അത്രയേ ഉള്ളൂ. ആ ഒരു കാര്യം കൂടെ ഇതിൽ പറഞ്ഞുകൊണ്ട് ഞാൻ മോക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ്. ആരും ഇനി ആ നമ്പറിലേക്ക് വിളിക്കരുത്. ഞാൻ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, മോളുടെ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് സേവ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്യണം. ഇനി ആരും അത് ഷെയർ ചെയ്യരുത്, ആ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, എല്ലാവരും പ്രാർത്ഥിക്കാം.